മലയാളി വ്യാജ ഡോക്ടർ ഉഷ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൈസൂർ കേന്ദ്രീകരിച്ച് കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് വിൽപ്പന നടത്തിയത്. ഇവർ വിറ്റ 17 കുഞ്ഞുങ്ങളെ ഇതിനോടകം കർണാടക പോലീസ് കണ്ടെത്തിയിരുന്നു. കർണാടകത്തിലെ മൈസൂരു, മടിക്കേരി, മംഗളൂരു, ഷിമോഗ, കേരളത്തിലെ തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കുട്ടികളെ വീണ്ടെടുത്തത്. അമേരിക്കയും കെനിയയും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ദമ്പതിമാർക്കും കുട്ടികളെ വിറ്റതായാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. ഈ കുട്ടികളെ കണ്ടെത്താനാണ് കർണാടക പോലീസ് വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. മൈസൂരു ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ നഞ്ചൻകോട് ASP ദിവ്യ സാറ തോമസ് ആണ് കേസ് അന്വേഷിക്കുന്നത്. നഞ്ചൻകോട് നിന്ന് ഒരു കുഞ്ഞിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് പോലീസിന് ഈ വലിയ റാക്കറ്റിനെ കുറിച്ച് സൂചന നൽകിയത്. അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 5 വർഷമായി മൈസൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മലയാളി ദമ്പതിമാർ നടത്തിയ കുട്ടിക്കടത്തിലെ അവസാനത്തെ ഇരയായിരുന്നു നഞ്ചൻകോട്ടെ കുഞ്ഞ്. ഡോക്ടർ എന്ന വ്യാജേന മൈസൂരിൽ പ്രവർത്തിച്ചിരുന്ന ഉഷയും ഭർത്താവ് ഫ്രാൻസിസും നേതൃത്വം നൽകുന്ന സംഘത്തിലെ 8 പേരാണ് ഇതുവരെ പിടിയിലായത്. 30ഓളം കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വിറ്റതിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിലും കർണാടകത്തിലും വിറ്റ കുഞ്ഞുങ്ങളെ മാത്രമാണ് കണ്ടെത്താനായത്. വിദേശ രാജ്യങ്ങളിലേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വിറ്റ കുഞ്ഞുങ്ങളെയും ഇനിയും കണ്ടെത്താനുണ്ട്. സംഘം കൈമാറിയതിൽ 30 ദിവസം മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടുന്നു. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തിയത്. കുട്ടികളില്ലാത്ത ദമ്പതിമാരാണ് പ്രധാനമായും കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നത്. കൂടുതൽ കുട്ടികളെ കണ്ടെത്താൻ വ്യാപകമായ അന്വേഷണമാണ് കർണാടക പോലീസ് നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം കടത്തിയ കുട്ടികളെ കണ്ടെടുക്കാനായാലേ ഈ സംഘത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം വെളിച്ചത്ത് വരികയുള്ളൂ. ഇതിനായുള്ള അന്വേഷണത്തിലാണ് കർണാടക പോലീസ്. നഞ്ചൻകോട് നിന്നും ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്.